CWRDM ജല പൈതൃക മ്യൂസിയം ആഗോള പട്ടികയിൽ യുനെസ്കോ ഇന്റർ ഗവൺമെന്റ് ഹൈഡ്രോളജി പ്രോഗ്രാമിന്റെ ഭാഗമായി ഗ്ലോബൽ നെറ്റ്വർക്ക് ഓഫ് വാട്ടർ മ്യൂസിയം പട്ടികയിലാണ് ഇടം പിടിച്ചത്. കേരളത്തിലെ ആദ്യത്തെ ജല പൈതൃക മ്യൂസിയം എന്ന പ്രത്യേകതയും ഈ മ്യൂസിയത്തിനുണ്ട്. മ്യൂസിയത്തിലെ വിശേഷങ്ങൾ കാണാം ഇനി. ജലത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ടതെല്ലാം ഈ ജല പൈതൃക മ്യൂസിയത്തിൽ വന്നാൽ കാണാം. പഴയ നാലുകെട്ടും കുളവും കിണറുമൊക്കെയുള്ള പുരയിട ജലപരിപാലനം, തുരങ്ക കിണർ, നീരുറവ, അങ്ങനെ പരമ്പരാഗത ജലസ്രോതസ്സുകൾ എങ്ങനെ ജലസംരക്ഷണത്തിന് സഹായിക്കുന്നു. കേരള സംസ്കാരത്തിനും പൈതൃകത്തിനും ജലവുമായുള്ള ബന്ധവും ഇവിടെ കാണാം. കുട്ടനാട്ടിലെ കർഷകരുടെ ജലവിനിയോഗ മാതൃകകൾ, ഭാരതപ്പുഴയുടെ തീരത്തെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, അവയ്ക്ക് ജലവുമായുള്ള ബന്ധം, ഇടുക്കി അണക്കെട്ട്, അങ്ങനെ എല്ലാം. 4 ഏക്കർ സ്ഥലത്താണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഭാരതത്തിലും കേരളത്തിലുമുള്ള ജലവുമായി ബന്ധപ്പെട്ട അറിവുകൾ ഒരു അന്തർദേശീയ തലത്തിലേക്ക്, ഒരു ഗ്ലോബൽ ഓഡിയൻസിന് മുമ്പിലേക്ക് കൊണ്ടുവരികയാണ് നമ്മളിത് കൂടെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് യുനെസ്കോയുടെ പാർട്ടായിട്ടുള്ള ഈ വേൾഡ് നെറ്റ്വർക്ക് ഓഫ് വാട്ടർ മ്യൂസിയത്തിൻ്റെ ഭാഗമാകുമ്പോൾ ഇതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ അവരുടെ വെബ്സൈറ്റിലുണ്ടാവും, ഇതിൽ ലിങ്ക് ഉണ്ടാവും. പിന്നെ കൂടുതൽ ടൂറിസ്റ്റുകളൊക്കെ ഇങ്ങോട്ട് വരാനുള്ളൊരു സാധ്യത നമ്മൾ കാണുന്നുണ്ട്. ജലവിനോദങ്ങളും മതങ്ങളും ജലവും തമ്മിലുള്ള ബന്ധവും അങ്ങനെ പുതുതലമുറയെ അറിവിൻ്റെ പുതിയൊരു ലോകത്തേക്ക് കൊണ്ടുപോകുന്നു ഈ മ്യൂസിയം. നമ്മളുടെ ഈ ജല പൈതൃക മ്യൂസിയം പ്രധാനമായിട്ടും നമ്മളുടെ പാരമ്പര്യമായിട്ടുള്ള ജലസേചന മാർഗ്ഗങ്ങളും നമ്മൾ അവലംബിച്ചിരുന്ന രീതികളും വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, കുട്ടികൾ മുതൽ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ മനസ്സിലാവാൻ പറ്റുന്ന രീതിയിൽ നമ്മളിവിടെ എക്സിബിറ്റുകൾ തയ്യാറാക്കിയിട്ടുണ്ട്. ഔഷധ സസ്യങ്ങൾ, നക്ഷത്ര ഉദ്യാനം, ശലഭോദ്യാനം എന്നിവയും ഇവിടെയുണ്ട്. രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ പൊതുജനത്തിനും വിദ്യാർത്ഥികൾക്കും മ്യൂസിയം സന്ദർശിക്കാം. മുനീഫ് തിരൂരിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്.